അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുന്നത്ത് നിസ്കാരങ്ങളും അവയുടെ ശ്രേഷ്ഠതകളും എന്ന വിഷയത്തിൽ 6ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു 10 മിനിറ്റിൽ കുറഞ്ഞ സമയമാണ്, വളരെ കുറഞ്ഞ സമയമാണ് ഈ ക്ലിപ്പ്. തറാവീഹ് നിസ്കാരമാണ് ഇതിലെ ചർച്ചാ വിഷയം. തറാവീഹിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ നിലയിൽ ഒരു വിവരണം നൽകുക എന്നതാണ് ഉദ്ദേശം. സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം ഒരു ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കാൻ ഇതിന്റെ ഈ സുന്നത്ത് നിസ്കാരങ്ങളും അവയുടെ ശ്രേഷ്ഠതകളും എന്ന ഭാഗങ്ങളെല്ലാം കേട്ടാൽ സാധിക്കും. തറാവീഹിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വർഷങ്ങളിലും നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്. അതിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വിവരിക്കുകയാണ്. ആദ്യമായി അതുമായി ബന്ധപ്പെട്ട 1-2 ഹദീസുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരാള് പുണ്യ റമളാനിൽ വിശ്വാസത്തോടെയും കൂലി ആഗ്രഹിച്ചുകൊണ്ടും തറാവീഹ് നിസ്കരിച്ചാൽ അവനിക്ക് പൊറുക്കപ്പെടും മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദോഷങ്ങളിൽ നിന്ന് മുന്തിയ എല്ലാ ദോഷങ്ങളും പൊറുക്കും. അപ്പൊ ഇതുവരെ ചെയ്ത എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. തറാവീഹിന്റെ മഹത്വം വിവരിക്കുന്ന വളരെ ലൈഫിൽ ഏറ്റവും ലൈഫായ നാവ് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പാടില്ലാത്ത ചില ഹദീസ് എന്ന പേരിൽ പലതും കേൾക്കാൻ സാധിക്കും. ഇത് കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. എന്നാൽ ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, തറാവീഹ് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ മുന്തിയ എല്ലാ ദോഷങ്ങളും. വേറെ ഹദീസിൽ കാണാം, അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അവര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കരിച്ചാൽ അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെ, എന്നാൽ ഒരു രാത്രി ഒട്ടാകെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവനിക്ക് എഴുതപ്പെടും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വേറൊരു ഹദീസിൽ കാണാം, സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം. രാത്രിയിലാണ് തറാവീഹ്, പകൽ നിസ്കരിക്കുന്നതല്ല. മറ്റൊരു ഹദീസിൽ കാണാം, അലൈക്കും ബിഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും. ഖിയാമുൽ ലൈലിനെ, തറാവീഹിനെ നിങ്ങൾ നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ എന്നും ചെയ്യുക. കാരണം അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്, നിങ്ങളുടെ മുമ്പുള്ള വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് തറാവീഹിനെ പറ്റി പറയാം. അതേ പ്രകാരം തഹജ്ജുദിനെ പറ്റി പറയാം, രാത്രിയിലുള്ള നിസ്കാരം. വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്താനി ജിബ്രീലു, എന്റെ അരികെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇസ്മാ ശിത, മുഹമ്മദ് നബിയെ നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും കാലം ജീവിക്കുക. തീർച്ചയായും നിങ്ങൾ മരിക്കുന്നതാണ്, മരണണ്ട്, ഓർപ്പാണ്. നിങ്ങൾ അറിയുക,
ഒരു മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം ഖിയാമുൽ ലൈലാണ്, രാത്രിയിൽ നിസ്കരിക്കുക എന്നതാണ്. തറാവീഹ് നിസ്കാരമാണ്. റവാഹുൽ ഹാക്കിം മുസ്തദ്റക് എന്ന് പറയുന്ന കിതാബിൽ ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പിന്നെ തറാവീഹിനെ പറ്റി, ഒന്നാമത്തെ ദിവസം തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചാൽ പിന്നെ അവന്റെ മാതാപിതാക്കളോട് പൊറുക്കപ്പെടും. പിന്നെ അടുത്ത ദിവസം നിസ്കരിച്ചാൽ അയൽവാസിയോടും കൂടി പൊറുക്കപ്പെടും. ഇങ്ങനെ കണ്ട് പറഞ്ഞിട്ട് ആകെ തൂഫാനാക്കുന്ന ഒരു ഹദീസ് കാണാം. അതിന് അതൊരുവിധ അടിസ്ഥാനം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു നല്ലതാണ്. അപ്പൊ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. 10 സലാം കൊണ്ടാണ് നിസ്കരിക്കുന്നത്. 10 സലാം കൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കും. അത് ഒറ്റക്കും നിസ്കരിക്കാം, ജമാഅത്തായിട്ടും നിസ്കരിക്കാം. ജമാഅത്ത് കിട്ടിയില്ല എന്നതുകൊണ്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമാണ്. 3 റക്അത്ത് ഒരുമിച്ച് തറാവീഹിന്റെ നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. 1 റക്അത്ത് നിസ്കരിച്ചാലും തറാവീഹ് നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ സഹിയാവുകയില്ല. കാരണം 10 സലാം കൊണ്ട് 20 റക്അത്ത് എന്ന് പറഞ്ഞാൽ ഈ 2 റക്അത്തായി നിസ്കരിക്കൽ തന്നെ നിർബന്ധം. പിന്നെ എന്താ നിയ്യത്തൊക്കെ ഉണ്ടത്? സല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി, അങ്ങനെ നിയ്യത്ത് വെക്കാം. തറാവീഹിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ഉസല്ലി സ്വലാത്ത തറാവീഹി റക്അത്തൈനി, തറാവീഹ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ഉസല്ലി ഖിയാമ റമളാൻ റക്അത്തൈനി, ഖിയാമ റമളാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്യാൻ പറ്റും. എന്ന ആശയത്തുൽ കുബ്ര ഭാഗം 4 1696 പേജിലുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വൽ ഇളാഫത്തു ഫീഹിമാ ലിൽ ബയാനി, തറാവീഹിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞുകൊടുത്തുള്ള തറാവീഹിന്റെ എന്ന് തറാവീഹിലേക്ക് ചേർത്ത് പറഞ്ഞത് ബയാന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഇളാഫത്ത്. ലാക്ക സുന്നത്തി ളുഹ്രി, ളുഹ്റിന്റെ സുന്നത്ത് എന്ന് പറയും പോലെ അല്ല തറാവീഹിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ളുഹ്റിന്റെ സുന്നത്ത് എന്നത് തഖ്സീസിന് വേണ്ടിയാണ് അവിടുത്തെ ഇളാഫത്ത്. ഇളാഫത്ത് ബയാനും തഖ്സീസും. ളുഹ്റിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അസ്റിന്റെതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ളുഹ്റിന്റെ തന്നെയാണ് എന്ന് പ്രത്യേകമാക്കാൻ. ഇവിടെ അങ്ങനെയല്ല. തറാവീഹി ആശയത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ പറയുന്നതാണ് ഞാൻ വായിക്കുന്നത്. തറാവീഹിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ സുന്നത്തുല്ലത്തി ഹിയ തറാവീഹ്, തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. ഫൽ മുറാദു വസ്ഫു തറാവീഹി ബികൗനിഹാ സുന്നത്ത്, തറാവീഹ് സുന്നത്താണ് എന്ന് പറയലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. തറാവീഹിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. വേറൊരു ഉദാഹരണം, മുസമ്മിലിന്റെ മൊബൈല്. മുസമ്മിലിന്റെ മൊബൈല് എന്ന് പറഞ്ഞാൽ അവിടെ തഖ്സീസാണ്, ഇളാഫത്ത് ബയാനല്ല. കാരണം മുസമ്മിലല്ല മൊബൈല്, രണ്ടും വേറെ. ഇവിടെ അങ്ങനല്ല. ഇവിടെ തറാവീഹിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള സുന്നത്ത് എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് നിയ്യത്ത് വെക്കാം. തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ തറാവീ എന്ന സുന്നത്തിൽ നിന്ന് 2 റക്അത്ത്, തറാവീ എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു 2 റക്അത്ത്, ഖിയാമു റമളാൻ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇതില് ഏത് നിയ്യത്തും വെക്കാം. നമ്മൾ ഈ പറഞ്ഞു സല്ലി സ്വലാത്ത തറാവീഹി റക്അത്തൈനി, ഉസല്ലി ഖിയാമ റമളാൻ റക്അത്തൈനി, ഇങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാവുന്നതാണ്. ഇതൊക്കെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അപ്പൊ തറാവീഹ് നിസ്കാരം വലിയ മഹത്വമുള്ളതാണ്. ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. 10 മിനിറ്റിൽ കുറഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം ആളുകളുണ്ട്. അവരെല്ലാം വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയും അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കുകയും ചെയ്യട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.